Who is there? അങ്കിൾ, ഞാനാണ് ലിസി. അങ്കിളിന് വിശക്കുന്നില്ലേ? അമ്മ ഇഡ്ഡലി നന്നയിച്ചിട്ടുണ്ട്. വെച്ചേക്കൂ. താങ്ക് യു. അങ്കിൾ, ഞാൻ പോയിട്ട് വരാം. യെസ്, പോയിട്ട് വരൂ. മോളെ, മോൾ ഒരു റോസാപ്പ് പറിച്ചെടുത്തോളൂ. നോ, അതല്ല, ആ വടക്ക് വശത്തെ ചിരയിൽ നിനക്ക് വേണ്ടി ഒരു പൂ വിടർന്നിട്ടുണ്ട്. അത് ഡെയ്സി. ഐ ആം സോറി ലിസി. അല്ലെങ്കിൽ ഡെയ്സിയും നീയും തമ്മിൽ എനിക്ക് എന്താ വ്യത്യാസം? മോളെ, നിനക്ക് വേണമെങ്കിൽ ഈ റോസ് ഗാർഡൻ മുഴുവൻ എടുത്തോളൂ. മറ്റാർക്കും ഞാനത് കൊടുക്കൂല. നിനക്ക് മാത്രം. നിങ്ങൾ എന്തിനാ എന്നെ തല്ലിയത്? ചോദിക്കരുത്, അതിവിടെ ചോദിക്കാൻ പാടില്ല. ചോദിച്ചവരാരും തന്നെ ജീവനോടുകൂടി തിരിച്ചു പോയില്ല. അദ്ദേഹമാണ് ഇദ്ദേഹം. അതിരിക്കട്ടെ, ചട്ടം പിന്നവനെ തല്ലിയത്. നിനക്ക് മനസ്സിലായില്ല അല്ലേ? ഇല്ല. ചട്ടമ്പിയുടെ മുമ്പിലാണോ മുണ്ട് മടക്കി കെട്ടിയത്? അഴിച്ചിട് കാല, അഴിച്ചിട്. ചട്ടമ്പി ആരെയെങ്കിലും തല്ലിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിഫലം വാങ്ങാതെ മടങ്ങി പോയിട്ടില്ല. എന്തെങ്കിലും കൊടുത്തേര്. എടുത്തു കൊടുക്കാൻ മടിയാണ്, ഞാൻ എടുത്തു കൊടുക്കും. 20 ഉലുവയുള്ളൂ. ഇത്രയും ചെറിയൊരു സംഖ്യക്ക് ചട്ടമ്പി ഒരാളെ തല്ലും സാധ്യമായിട്ടാ. നീയൊക്കെ നടക്കുന്നുള്ളൂ. ചട്ടമ്പി ഇതാ ഇതേ ഉള്ളൂ. സ്വന്തമല്ലേ? മോളതിന്റെ അർത്ഥം മനസ്സിലായോ? സുഖം തന്നെ. എന്നാലേ ഒരു ചെറിയൊരു പല്ല് വേദന, അതുകൊണ്ട് ഇന്നലെ ഇടിക്കാൻ പോയില്ല. ഇന്ന് കരുനാഗപ്പള്ളി ഒരു ഇടി ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. പരിപൂർണ വിശ്രമത്തിലാണ് പുള്ളി. ഇതുകൊണ്ട് അമ്മയുടെ കൈ കൊടുക്ക, ഞാൻ ഉച്ചയ്ക്ക് ഉണ്ണാമല്ലെന്ന് പറഞ്ഞേരെ. ചട്ടമ്പി, ഈ വള്ളത്തിൽ ആകെ 2 മൊയ്ത്ത മീനേ ഉള്ളൂ. അതുകൊണ്ടല്ല ഞാൻ എടുത്തതാ. വെള്ളം കുടിക്കാൻ എന്തെങ്കിലും? കടലിൽ വെള്ളം കുടിച്ചോ? ഞാൻ 2 മീനെടുത്തേന് നീ കാശ് അയക്കുന്നില്ലടാ. എടാ, കടലിൽ പിടിച്ചടാ മീന്. കള്ളതിന് തന്ന വകയാണോ? നിനക്ക് മുന്നോട്ട് കൊണ്ടുപോടാ. എടാ, കൊണ്ടുപോടാ. കൊട പിടിച്ചിരിക്കുന്നു. ആ വെയില്. മുഴുത്തത് മുഴുവൻ ചട്ടമ്പി കൊണ്ടുപോയി. എടോ, ബാക്കിയുള്ളതെല്ലാം എന്റെ കൂട്ടത്തിലേക്ക് അടിച്ചു. മൂട്ടിൽ ഒരു ചട്ടമ്പി. ഇയാളെ കൊണ്ട് ഈ കടപ്പുറത്ത് ജീവിക്കാൻ മേലാതായി. പോട്ടെടോ പോട്ടെ, താരത അങ്ങോട്ട് അടിച്ചേക്ക്. സൈദിക്കയുടെ ബോട്ടാണെന്ന് തോന്നുന്നു. അയാൾ ബോട്ട് മേടിച്ചോ? മേടിച്ചു, ഇന്ന് കൊണ്ടുവരുന്നെന്നാ പറഞ്ഞത്. ഈ കരയിൽ ആദ്യമായിട്ടാണ് ഒരാൾ ബോട്ട് മേടിക്കുന്നത്. ഇതാണ് നമ്മുടെ ജെട്ടി. നമ്മുടെ ബോട്ട് അടുപ്പിക്കാൻ വേണ്ടി ഞാൻ പുതുതായിട്ട് പണിതാണ്.
അപ്പോഴേ ശ്രീധര, ഞാൻ വീട്ടിലേക്ക് പോകുകയാണ്. ബോട്ട് ഇന്ന് തന്നെ ഇറക്കല്ലേ മുതലാളി? വേണ്ട, ഇന്നത്തെ കൂടി പോട്ടെ. നാളെ വെള്ളിയാഴ്ചയാണ്. ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് ബോട്ട് ഇറക്കാം. ശരി. എന്താ? കുടിക്കാൻ കുറച്ച് വെള്ളം വേണമായിരുന്നു. മോളെ, ദേ ഇങ്ങർക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം കൊടുത്തേ. അമ്മ അകത്തുനിന്ന് ഒരു ഗ്ലാസ് ഇങ്ങെടുത്തേ. വേണ്ട, കയ്യിൽ ഒഴിച്ചെന്നാ മതി. മതി, വല്ലാത്ത ദാഹം ഉണ്ടായിരുന്നു. ഈ കുറച്ച് വെള്ളം കൂടെ. നിങ്ങൾ ആരാ മനസ്സിലായില്ലല്ലോ? എന്റെ പേര് ശ്രീധരൻ. ആ ബോട്ടിന്റെ ഡ്രൈവറാ. സെയ്ദക്കായുടെ ആ ബോട്ട്. സെയ്ദക്കായെ നിങ്ങൾ അറിയുമായിരിക്കും. ഈ നാട്ടുകാരനല്ലേ? ആളെങ്ങനെ? കണ്ടിട്ട് നല്ലവനാണെന്ന് തോന്നുന്നു. സെയ്ദക്ക നല്ലവനാണ്. ഞാൻ പോട്ടെ. ആ സെയ്തുക്ക ബോട്ട് വാങ്ങിച്ച വിവരം നിങ്ങൾ അറിഞ്ഞാ കൂട്ടരെ? അതറിയാത്തവരെ ആരാ ഈ കടപ്പുറത്തുള്ളത്? എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ കടപ്പുറത്ത് തലച്ചുമടായി മീനിന്നിട്ട് നടന്നവനാ സെയ്തു. സെയ്ദക്ക ബോട്ട് മേടിച്ചത് നിങ്ങൾ പോയി മുട്ട വെച്ചുവിട്. നിങ്ങളെ പോലെ കൈ കിട്ടുന്ന കാശ് കൊടുക്കാൻ കള്ളു കുടിച്ച് കളയുന്ന ആളല്ല അയാള്. അത് ശരിയാ. സെയ്ദക്കായേക്കാൾ കൂടുതൽ കാശ് കിട്ടുന്നവരാ നമ്മള്. നമുക്ക് വേറെ ഒരു ബോട്ട് വാങ്ങിക്കാൻ പറ്റിയോ? സെയ്ദക്കാക്ക് പറ്റിയ നല്ലൊരു ഡ്രൈവറാ ശ്രീധരൻ. നല്ല ചോടയുള്ള ഒരു ചെറുപ്പക്കാരൻ. ചൊണയുടെ കാര്യമോ പിന്നെ പറയാം. ഇപ്പൊ ഈ കടപ്പുറത്ത് കാല് കുത്തിയല്ലേ ഉള്ളു. എന്താ ശ്രീധര? ഓ, ഒന്നുമില്ല, വെറുതെ. താമസിക്കാൻ ഒരു സ്ഥലം കിട്ടുന്നതുവരെ ശ്രീധരൻ രാത്രി ഇവിടെ കിടക്കാം. വേണ്ട, ഞാൻ ബോട്ടിൽ കിടന്നോളാം. അങ്ങനെ ശീലിച്ചത്. സൈനബാ, എനിക്ക് ഒരു 10 രൂപ കിട്ടിയാ കൊള്ളാമായിരുന്നു. എന്തിനാ ശ്രീധര രൂപ? തരാൻ മടിയുണ്ടായിട്ടല്ല, അത്യാവശ്യത്തിന് എന്തെങ്കിലും വാങ്ങിച്ചാ പോരെ. സന്ധ്യയായാൽ എനിക്ക് ഇത്തിരി കള്ളു കുടിക്കണം. കടലിൽ പോകുന്നതല്ലേ, ശീലിച്ചു പോയി. സൂക്ഷിക്കണം ശ്രീധര, പണം കണ്ടമാനം കളയരുത്. അങ്ങനെ കൂടുതലൊന്നും ഞാൻ കുടിക്കൂല, ആവശ്യത്തിന് മാത്രം. എന്നെ വിളിച്ചാ? ആ, വിളിച്ചു. നീ ഇങ്ങോട്ട് നീങ്ങുന്നില്ലേ? ഇത് ശ്രീധരൻ, നമ്മുടെ ബോട്ടിലെ ഡ്രൈവറാ. കാശോ ചക്രമോ വന്ന് ചോദിച്ചാൽ ഞാനിവിടെ ഇല്ലെങ്കിലും നീ അത് കൊടുത്തേക്കണം. ഇന്നാ ശ്രീധര. എന്നാ ഞാൻ ഇറങ്ങട്ടെ മുതലാളി. എന്നാ ശ്രീധരൻ പൊയ്ക്കും. നമ്മുടെ ബോട്ട് വാങ്ങിച്ചപ്പോ ഇവനെ കൂടെ നമുക്ക് കിട്ടി. ഇവൻ ആരുമില്ല, നല്ല ഉശിരൻ ചെറുപ്പക്കാരൻ. കടൽ അരിച്ചു വാരി കൊണ്ടുവരും.
ഒരു കുപ്പി കള്ള് വേണം. മീൻ വറുത്തുണ്ടോ? ഉണ്ട്, കരിമീന. ആ, ഒരെണ്ണം കൊണ്ടുവാ. എന്താണ് ശബ്ദം? ഇടിമറി 2 രൂപ കള്ള. എന്റെ തലക്കെട്ട്. എടാ, നീ ഏതാടാ? നിങ്ങളാ? ചട്ടമ്പി ചോദിച്ചു കേട്ടില്ലേ? കേട്ടു. എടാ, ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. ചോദിക്കേണ്ടതുപോലെ ചോദിച്ചില്ല. വാസുചട്ടമ്പിയെ നീ അറിയില്ല? ഇല്ല. എന്ത് വഴിയത്? കരിമീന. ആ, ഒന്ന് എനിക്കൂടെ. ഇതൊന്നേ ഉള്ളൂ. ആ, ഇവിടെ വെച്ചേര്. ഞാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്ന അത്. ഇടി, നിന്നോടല്ലേ പറഞ്ഞു ഇവിടെ വയ്ക്കാൻ? ആ. എടാ, ഞാൻ ഇവിടെ നിന്ന് എഴുന്നേക്കണോ? അയ്യോ അയ്യോ, വേണ്ട ചട്ടമ്പി, പാപം ഒന്നും ചെയ്യണ്ട. നീ ആരടാ? ഞാൻ താനെന്ന് എഴുന്നേറ്റ് എന്തോ സംഭവിക്കുന്നത് കാണട്ടെ. എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയണല്ലടാ. നിന്റെ ജീവൻ വേണ്ടി ഇവിടെ പോകില്ല. എന്തോ? ഈ ഷാപ്പി ചോര വേണ്ടി നടങ്ങുമല്ലേ? എടോ, അവരോട് എന്തിനാ ചോദിക്കുന്നത്? എന്നോട് ചോദിക്ക്. ചട്ടമ്പി, തല്ലാനും തല്ലുകൊള്ളാനും ഒരുങ്ങി തന്നെയാ ഞാൻ ഈ കടപ്പുറത്തോട്ട് പുറപ്പെട്ടത്. നിന്നെ ഞാൻ എടുത്തോളാം. അവിടെ ചട്ടമ്പി, ഇതോടെ കൊണ്ടുപോകും. കർത്താവേ, പാമ്പിനെയാ നോവിച്ചു വിട്ടത്. എന്താകുമോ എന്തോ. നിങ്ങൾ ഭയപ്പെടണ്ട, അവനൊന്നും ചെയ്യില്ല.